ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഛത്തീസ്ഗഡിൽ സ്തുത്യർഹമായ സാമൂഹിക സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളീയരായ രണ്ട് സന്യാസിനികളെ, ക്രിസ്ത്യൻ സന്യാസിനികളെ കള്ളക്കേസിൽ കുടുക്കിയ വാർത്ത ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ശക്തമായിട്ടുള്ള ദുർപ്രചരണം ഇവിടെ ഇന്ത്യയിലൊട്ടാകെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ്, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന്. ഇത് ഒരു ശക്തമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. അജണ്ട എന്നാൽ എന്താണ്? അജണ്ടയുടെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്തവർ അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയുക. ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാൽ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് അവരുടെ സാമൂഹിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? രണ്ട് രീതിയിലൂടെയാണ് പ്രധാനമായിട്ടും. ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, രണ്ട് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലൂടെ. ഭാരതത്തെ ഇന്ന് കാണുന്ന ഭാരതമാക്കുന്നതിലും കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കുന്നതിലും ക്രൈസ്തവരുടെ ഈ ബോധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക പ്രവർത്തനം വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് കേരളത്തിന്റെ ചരിത്രവും ഭാരതത്തിന്റെ ചരിത്രവും പഠിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ എന്തുകൊണ്ട് നിരന്തരമായി ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള സന്യസ്തരും അൽമായ പ്രേക്ഷിതരും നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു? അതിന് പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികളെ പരിവർത്തനം നടത്തുന്നവരാണ് എന്ന ഒരു വരുത്തി തീർക്കൽ ഈ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുക. അതിലൂടെ ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന്മേൽ കടന്നു കയറുക. ഇത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ നിരന്തരമായി ക്രൈസ്തവരുടെ അവകാശങ്ങൾ തിരസ്കരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾ, സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, അതോടൊപ്പം ഏറെ പ്രത്യേകമായി JP കോശി കമ്മീഷനിലൂടെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് കഴിഞ്ഞ 4 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇതുവരെയും നടപ്പിലാക്കാത്ത സാഹചര്യം, ഇതെല്ലാം ഇതിന്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ വായിക്കണം. അപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികൾ വലിയ രീതിയിൽ ഇത്രയും കാലം ക്രിസ്ത്യാനികൾ പിന്തുണച്ച ഇടതു വലത് രാഷ്ട്രീയ സഖ്യങ്ങൾ അവരെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്രൈസ്തവർക്ക് പിന്തുണയും രക്ഷയും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്നാമതൊരു സഖ്യം, ഒരു മുന്നണി മുന്നോട്ട് വരികയാണ്. അതാണ് BJP. RSS എന്ന് പറയുന്ന ഹൈന്ദവ രാജ്യം എന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് BJP എന്ന് പറയുന്നത്. അവര് ക്രൈസ്തവരെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തമ്മിൽ ഭേദമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അവർ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അവരോടൽപ്പം സമരസപ്പെടാം എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പക്ഷെ എനിക്ക് ഈ സംവിധാനങ്ങളോട് ചോദിക്കാനുള്ളത്, കേന്ദ്രം ഭരിക്കുന്നത് ഇതേ പാർട്ടിയാണ്. കേന്ദ്രത്തിൽ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത, കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇപ്പോൾ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ വരും കാലങ്ങളിൽ സംരക്ഷണം നിഷേധിക്കപ്പെടുമെന്നുള്ള ഭീതിയോടുകൂടി കഴിയുകയും ചെയ്യുന്ന ജനങ്ങളുടെ സംരക്ഷണം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? കഴിയില്ല എന്ന് ഞങ്ങൾ ധരിച്ചു പോയാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കഴിവുകേടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണമൊക്കെ ഉന്നയിച്ച് സാമൂഹിക വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഈ സന്യസ്തരെ നിങ്ങൾ തേജോവധം ചെയ്യുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിശ്വാസ്യതയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അത് വളരെ കാർക്കശ സ്വഭാവത്തോടു കൂടി ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്താൻ എളിമയോടുകൂടെ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ക്രിസ്ത്യാനികളോട് മമത കാണിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ BJPയുടെ നേതൃതലങ്ങളിൽ നിൽക്കുന്നത് എങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എത്രയും വേഗം ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള ഇത്തരം നടപടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ട
കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.